11-6 വിശദമായി. കൊല്ലം തേവലക്കര സ്കൂളിലെ സൈക്കിൾ ഷെഡിന് അനുമതിയില്ല. ഈ വർഷത്തെ ഫിറ്റ്നസ് നൽകിയത് ക്ലാസ് ഓഫീസ് മുറികൾക്ക് മാത്രമാണെന്നും സൈക്കിൾ ഷെഡിന് പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടില്ലെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. അതേസമയം 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ നടപടിയുമായി സർക്കാർ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയതിനു പിന്നാലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ ചുമതലയുണ്ടായിരുന്ന AEOയിൽ നിന്ന് വിശദീകരണം തേടും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവർ സ്കൂളിലും ഒപ്പം കുട്ടിയുടെ വീട്ടിലും എത്തി. വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയ ആൾക്കാർ ചേർന്നുള്ള ഉന്നതതല യോഗം ചേർന്നു. മാനേജ്മെന്റിനോട് ഇതെ സംബന്ധിച്ചിടത്തോളം സംഭവത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് എയ്ഡഡ് മാനേജ്മെന്റാണ്. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എയ്ഡഡ് മാനേജ്മെന്റിന്റെ നടപടി ആദ്യമായി സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ HMനെ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, രണ്ട് കാര്യം. ഒന്നാമത് സൈക്കിൾ ഷെഡിന് മുകളിൽ കയറിയാണ് മിഥുന് ആ ഷോക്ക് ഏൽക്കുന്നത്. സൈക്കിൾ ഷെഡിന്റെ നിർമ്മാണത്തിന് അനുമതിയില്ല എന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നു. അപ്പോൾ അതൊരു ഗുരുതര വീഴ്ചയോ ലംഘനവുമാണ്. മറ്റൊന്ന്, ഈ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? മൂന്ന് തരത്തിലുള്ള അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന അധ്യാപികയെ പ്രാഥമിക നടപടിയെന്നവണ്ണം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനു പുറമെ വൈദ്യുതി വകുപ്പിന്റെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. കാരണം ഈ ലൈനുകൾ, ഈ വൈദ്യുതി കമ്പികൾ ഈ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ, അതായത് കൈ തൊട്ടാൽ എത്തുന്ന ദൂരത്തിൽ ഇങ്ങനെ മുകളിലൂടെ പോകുന്നത് എന്തുകൊണ്ട് നേരത്തെ കണ്ട് തടയാനായില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അതിൽ എന്ത് തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു. അതോടൊപ്പം പോലീസിന്റെ അന്വേഷണവും സമാനമായ തരത്തിൽ പുരോഗമിക്കുകയാണ്. ഈ മൂന്ന് റിപ്പോർട്ടുകളും ഒരുമിച്ച് വെച്ചുകൊണ്ടായിരിക്കും ഇതിലെ തുടർ നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഇന്ന് ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് ഉണ്ടായത്. പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരെ വഴിയിൽ കരിങ്കൊടി കാണിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീളുന്ന സാഹചര്യമുണ്ടായി. നാളെയും അത്തരത്തിലുള്ള വൈകാരിക രംഗങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും സ്കൂളും പരിസരവും വലിയ പോലീസ് കാവലിലാണുള്ളത്. അതേസമയം ഈ ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഈ സൈക്കിൾ ഷെഡ് അവിടെ സ്ഥാപിക്കുന്നതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകളിൽ വ്യക്തമാക്കുന്നത്. അതായത് സ്കൂളിന്റെ കെട്ടിടത്തിന് മാത്രമേ പഞ്ചായത്തിൽ നിന്ന് ഫിറ്റ്നസ് ലഭിച്ചിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റൈറ്റ്. എന്നാലും ഡാൻ കുര്യൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന് പിന്നാലെ വരും നടപടികൾ ഉണ്ടാകുമെന്ന് കരുതാം. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. BJPയും RYFും KSUവും സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു ABVPയുടെ പ്രതിഷേധം. മിഥുന്റെ ദാരുണമായ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് തേവലക്കര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് രാവിലെ മുതൽ നടന്നത്. രാവിലെ 11 മണിക്ക് ആദ്യം BJPയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡുകൾ തള്ളി മാറ്റിക്കൊണ്ട് ഈ സ്കൂളിനടുത്തേക്ക് എത്താനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് ഏറെ പണിപ്പെട്ടാണ് തടഞ്ഞത്. തുടർന്ന് ബാരിക്കേഡിന് മുകളിലൂടെ ചാടി ഈ സ്കൂളിന്റെ പരിസരത്തേക്ക് എത്തിയ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ നീക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ RYFന്റെ നേതൃത്വത്തിലും സമാനമായ തരത്തിലുള്ള പ്രതിഷേധം നടന്നു. ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. മാനേജ്മെന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈ പ്രിൻസിപ്പലിനെ മാത്രം, അല്ലെങ്കിൽ പ്രധാനാധ്യാപികയെ മാത്രം ഇതിൽ ആരോപണ വിധേയമാക്കുന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ കൃത്യവിലോപം നടത്തിയ മുഴുവൻ പേർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു RYFന്റെ പ്രതിഷേധം. അതിന് തൊട്ടു പിന്നാലെയാണ് KSUവിന്റെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം ഈ സ്കൂൾ പരിസരത്തേക്ക് ഉണ്ടായത്. ബാരിക്കേഡ് ഇളക്കി മറിച്ചിട്ടുകൊണ്ടായിരുന്നു KSUവിന്റെ പ്രതിഷേധം. പോലീസിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഒരു വശത്ത് നിന്ന് പ്രവർത്തകർ ഈ ഗേറ്റിനടുത്തെത്തി ഗേറ്റ് തള്ളി തുറന്ന് സ്കൂളിനുള്ളിലേക്ക് കയറാനായി നടത്തിയ ശ്രമം
പോലീസുമായുള്ള ബലപ്രയോഗത്തിന് തന്നെയാണ് വഴിവെച്ചത്. പിന്നീട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ഏറെ നേരം മുദ്രാവാക്യം മുഴക്കി സ്ഥലത്ത് തമ്പടിച്ചിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് സ്കൂൾ പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇത്തരത്തിൽ തുടർന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂളിനകത്തും പുറത്തും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഇത് സ്കൂളിന് സംഭവിച്ച വീഴ്ച എന്നതിനപ്പുറത്തേക്ക് പഞ്ചായത്ത് തലത്തിൽ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ പഞ്ചായത്ത് തലത്തിലും ഈ KSEBയുടെ ലൈൻ പോയതിന് ഉത്തരവാദികളായ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഈ സംഭവത്തിൽ ഒരു കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട്, ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു കണ്ടെത്തലിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മുഴുവൻ കൃത്യമായ നടപടി എടുക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ തേവലക്കരയിൽ ഇന്നും അടുത്ത ദിവസങ്ങളിലും നടക്കാനിരിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലത്തെ വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ നടത്തിയ പരാമർശത്തിലെ തെറ്റ് തിരിച്ചറിഞ്ഞ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ഖേദപ്രകടനം. CPI സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി മാപ്പ് പറഞ്ഞത്. മിഥുന്റെ വീട്ടിലെത്തിയ ചിഞ്ചുറാണി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കുട്ടിയുടെ മരണത്തിൽ നാടാകെ കരഞ്ഞപ്പോൾ പാർട്ടി പരിപാടിയിൽ നൃത്തം ചവിട്ടുകയായിരുന്നു കൊല്ലത്തിന്റെ മന്ത്രി. മാത്രമല്ല, മരണകാരണത്തിൽ മന്ത്രിയുടെ പരാമർശവും അങ്ങേയറ്റം അപമാനകരമായി. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. കടുത്ത പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉണ്ടായി. CPI സംസ്ഥാന നേതൃത്വത്തിനും ഇതേ വികാരമായിരുന്നു. ഉടൻ തിരുത്താനും മാപ്പ് പറയാനും മന്ത്രിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിന്റെ നിർദ്ദേശം. തുടർന്നാണ് ചിഞ്ചുറാണി മിഥുന്റെ വീട്ടിലെത്തിയത്. അത് ശരിയാണ്. ഇപ്പൊ അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിന്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞ ഒരു വാക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. ന്യൂസ് 18 തിരുവനന്തപുരം. ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അമ്മ സുജ നാളെ രാവിലെ 8:30 നെടുമ്പാശ്ശേരിയിലെത്തും. രാവിലെ 10 മണി മുതൽ 12 മണി വരെ തേവലക്കര സ്കൂളിലാണ് മിഥുന്റെ പൊതുദർശനം. തുടർന്ന് വീട്ടിലെത്തിക്കും. 5 മണിക്ക് വിളന്തറയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. തീരാനാവുകയാണ് കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ച മിഥുന്റെ വീഡിയോയാണ് സഹപാഠികൾക്കും നാട്ടുകാർക്കും സങ്കടക്കാഴ്ച. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഘടന, പഞ്ചായത്തി രാജ് സംവിധാനം, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരപാലിക സംവിധാനം, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഘടന, പഞ്ചായത്തി രാജ് സംവിധാനം, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരപാലിക സംവിധാനം, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ.